ഡോക്ടർ ഫുഡ് ന്യൂട്രി ഇൻഡസ്ട്രീസിൻ്റെ ഫുഡ് കോണ്ടസ്റ്റിലെ നമ്മുടെ വിജയ് ഇന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിജയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഗിഫ്റ്റുമായി എത്തിയിട്ടുണ്ട് നമ്മുടെ കമ്പനിയുടെ CEO ഷാജൻ സർ. ഹായ്. ഹായ് സർ. എന്താ പേര്? സെലിൻ മാത്യു. എന്തായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്? ഓട്സിൻ്റെ ഒരു ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ്. എന്നിട്ട് വീട്ടിലെല്ലാവരും എൻജോയ് ചെയ്തോ? എന്താണ് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല വെരി ഗുഡ് പ്രൊഡക്റ്റ് ആണ് സാർ. ഈ ഹെൽത്തി ഫുഡ് മേഖലയിൽ എത്ര വർഷമായി? ഓൾമോസ്റ്റ് ഒരു 28 ഇയേഴ്സ് ആയിട്ടോ. 28 ഇയേഴ്സ്. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ഹെൽത്തി ഫുഡ് മാത്രം ചൂസ് ചെയ്യാൻ കാരണം? പൊതുവിൽ ആരോഗ്യ മേഖലയിലുള്ള ഒരു ശ്രദ്ധയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആദ്യം മുതൽ തന്നെ. ഞങ്ങൾ ബനാന പൗഡറിൻ്റെ പ്രൊഡക്ഷനിലാണ് ആദ്യം തുടങ്ങുന്നത്. അതിനുശേഷം ഞങ്ങൾ ഓരോരോ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോഴും കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും 100% നാച്ചുറലായ പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റും പ്രിസർവേറ്റീവ് ഫ്രീ ആണ്, നാച്ചുറലാണ്. എന്തായാലും സാറ് ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്തതിലും പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളെ തന്നെ സെലക്ട് ചെയ്തതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനും കണക്കാക്കുന്നു. എല്ലാ ആശംസകളും. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഗുണങ്ങളെക്കുറിച്ചും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഡോക്ടർ ഫുഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി കഴിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ. എന്ത് വേണം? വെളുത്തുള്ളി മാത്രം ഇഷ്ടം പോലെ വേണം. ഇഷ്ടം പോലെ. ആഹാ, മുറിച്ചാണോ മേടിച്ചേ? ചേച്ചിക്ക് എളുപ്പമാവട്ടെന്ന് ചേച്ചി. ബാളു, ഉരുളി എടുത്തുണ്ടോ? പേടിച്ച് പോട്ടാ. പൊക്കോ. ബ്രോ, ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തേക്കണേ? കാശ്മീരി ചില്ലി, തൈര്, ഉപ്പ്. ഇത്രേ ഉള്ളൂ? ഇത്രേ ഉള്ളൂ. നമ്മൾ എന്താ ഫ്രൈ ആണോ? ഫ്രൈ ആണെങ്കിൽ പിന്നെ സോസ് ഒക്കെ ഇതെന്താ? ഏതാ അത്? തേ. ഓ, ഇതെന്താ? അത് സോയ, ഡാർക്ക് സോയയും ലൈറ്റ് സോയയും കൂടി മിക്സ് ചെയ്ത് വെച്ചത്. ഇത്ര ഒഴിക്കോ? ആ, അതാ പറഞ്ഞ രണ്ടും കൂടി മിക്സ് ചെയ്ത ഡാർക്ക് സോയ. അത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി. ലൈറ്റ് സോയ അത് ഓയിസ്റ്റർ സോസ്. ഇത് എത്ര ഒഴിക്കോ? അതത്ര. ഇനി വേറെ 2 സാധനങ്ങൾ കൂടി വരും. എന്ത് സാധനം? ഒന്ന് ഉള്ളിത്തണ്ട് വരും, പിന്നെ ഒന്ന് ഉള്ളിത്തണ്ട് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനല്ലേ? അതിനോടെ. പിന്നെ ഒന്ന് ഇത് വരും. ആ ലാസ്റ്റ് പറയത്തുള്ളൂ. എന്താണ് അമ്മായി? നീ പഠിച്ചു പോകും. സുരേഷ് ഗോപിയുടെ ബാധ കയറി ഇടയ്ക്ക്. നീ പഠിച്ചു പോകും. പഠിച്ചു പോകുന്ന ഇങ്ങനെ ചേച്ചി പറഞ്ഞാലേ ഞാൻ കറി ഫുള്ള് പഠിച്ചു പോകുന്ന ഉദ്ദേശിച്ചില്ല. ട്യൂണിങ്ങനെ നീ പഠിച്ചു പോകും. പഠിച്ചു. ഇനി നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്തേ? ഇത് വറുത്ത് കോരാനായിട്ട് ഒരു പാത്രം 2. നീ ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഒന്നേ പറഞ്ഞോളൂ. 2 പറഞ്ഞു. നീ ചെയ്ത 2 കാര്യം പറഞ്ഞോ. നീ ചെയ്തിട്ട് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞോളൂ. ഒരു കാര്യം കഴിഞ്ഞു. വറുത്ത് കുഴഞ്ഞിട്ട് ഒരു പാത്രം. അടുത്ത നെക്സ്റ്റ് ഒന്നും കൂടി പറയണം. നീ ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞു പറ. നീ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം 2 കാര്യങ്ങളോട് പറഞ്ഞില്ലെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ രണ്ടാമത്തെ പറയാൻ പോവാ. എന്താ കൈ തട്ട് പോയതണ്ട. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാ, 1 കണ്ണാപ്പ, 2 കണ്ണാപ്പന്നല്ലോ പറയണേ. കണ്ണാപ്പന്നല്ലോ പറയണേ. ചേച്ചി എന്താ പറയണേ? എന്താ പറയണം? ഓട്ടക്കാലണയെന്ന് കേട്ടിട്ടുണ്ട്. ഓട്ടക്കരണ്ടിയാ. എപ്പോഴും മറന്നു. ശരി, കണ്ടോ? ഇപ്പൊ എവിടെ ഓർമ്മ വന്നേ? ഇപ്പൊ അമ്മായി ഓട്ടക്കരണ്ടി എന്ന് പറഞ്ഞു. അല്ല ചേച്ചി എപ്പോഴും ഓട്ടക്കരണ്ടി എന്താ പറയണേ? ആണോ? എപ്പോഴും ഓട്ടക്കരണ്ടി എന്താ പറയണേ? ഇന്നാണ് കറക്റ്റ് പറഞ്ഞേക്കണേ. കണ്ണാപ്പ. അപ്പൊ 1 കണ്ണാപ്പ, 2 ചട്ടകം പോലെ ഇരിക്കുന്ന ഒരെണ്ണം ഉണ്ട്. ചട്ടകമല്ല, കണ്ണാപ്പയുടെ പോലെ
മറ്റേ ദോശയൊക്കെ മറച്ചു അത് ചട്ടകം. ഞാൻ അവിടെ പോയി നോക്ക്, അവിടെ കഴുകി വെച്ചിട്ടുണ്ടോ? അപ്പോ അങ്ങനെ പറഞ്ഞാൽ പോയി 2 കറണ്ടിയൊക്കെ എടുത്തിട്ടേ. കറണ്ട് ഇല്ലല്ലോ, തവി. ഒരെണ്ണം കൂടെ അവിടെ തവി പേര് മറന്നു. എന്താ ഷോ മറവി രോഗം ബാധിച്ചോ? ഇതാണോ ഉദ്ദേശിച്ചത്? പോമാള് ചട്ടം പോലെ ഇതുപോലെ ഇരിക്കുന്ന സാധനം ഓട്ട ഇല്ലാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്റെ മോത്തരി ഇതാ ഇതല്ലേ ഇതല്ല, ഇതിന്റെ പേര് തവി. ഇതിന്റെ പേര് തവി. ഓക്കെ, സമ്മതിച്ചു. ഇനി ഒന്നാമത്തെ കാര്യം കൊണ്ടാ. രണ്ടാമത്തെ കാര്യം നീ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളൂ. എങ്ങനെയുണ്ട് അമ്മായി? നല്ല പണിയല്ലേ ചേട്ടാ? ചിക്കൻ വലിയ ചാടിയിട്ട് വന്നതാ. ഇനിയിപ്പോ അവള് വന്നിട്ട് തരും വേറെ കാര്യം. വലിയ ജാടി ഇട്ടിട്ട് എന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി വന്നതാണേ. ആദ്യത്തെ വറന്നിട്ടും വന്നു. ഉരുളെല്ലാം കൊണ്ടുവരട്ടെ, ഇത്രയും വറുത്തിടാനുണ്ട്. ഇതാ സൈഡിലോട്ട് നീക്കിയേക്കും. വേറെ എന്തോ പറയാമെന്ന്. നമ്മൾ എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വയ്ക്കുമോ? അപ്പോഴൊക്കെ രാത്രിയോ? അത് അമ്മായി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷവായി ആണോ? ഷവായി അല്ല, കബാബ് അങ്ങനെ എന്താ പറയാ? നമ്മള് ഷവായി സൗമ്യ വന്നില്ലേ, സൗമ്യ വന്നപ്പോ അത് ഗ്രീൻ ഷവായി. ഷവായിക്ക് ഗ്രേവി ഉണ്ടോ? ഗ്രേവി മസാല ഷവായി, മസാല ഷവായി. അപ്പൊ ഇതെന്താ മസാല ഇല്ലാതെ ഷവായി? ഇത് ഷവായി അല്ല. പിന്നെ ഇതെന്താ? പറയില്ല, പറയണ്ട. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നീ തന്നെ കണ്ടുപിടിച്ചാൽ മതി. ഓ, അപ്പൊ പേരറിഞ്ഞൂടാ. എന്തോ ഒരു സാധനം തോന്നിയപ്പോ അങ്ങ് ഉണ്ടാക്കി. അവസാനം പേരറിഞ്ഞൂടാ. ചോദിക്കും പുത്തന് മുട്ടുമ്പോ കൊഞ്ഞനം കുത്തണം. അത് പറഞ്ഞാൽ മതി. പേരിട്ട് തരാം ബ്രോ, വെയിറ്റ്. എപ്പോ ആവും? ഓ, ഇനിയിപ്പോ ഞാൻ ഇതിന് സമയമൊക്കെ പറഞ്ഞു തരണോ നിനക്ക്? ചേച്ചിയും പറയാറുണ്ടല്ലോ. ഇത്രയും വറക്കാനുണ്ടെന്നുള്ളത് അറിയാലോ. മടുത്തെങ്കിൽ നീ പൊക്കോ. ഡെലിക്കേറ്റ് സ്ഥിരം കണക്ക് പൊക്കോ പൊക്കോ പൊക്കോ. അമ്മായി എന്നെ പോവാൻ പറയണം അമ്മായി. ഡയലോഗ് അടി പോണ്ട, അവളങ്ങനെയൊക്കെ പറയും. എനിക്ക് ബോറടിക്കും. പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. മാല ഒരു കാര്യം ചെയ്യ്, അവിടെ ഉള്ളിത്തണ്ട്. ബോറടിക്കണ്ട. ബോറടിക്കണ്ട് അവിടെ ഉള്ളിത്തണ്ട്. ബോറടിക്കണ്ട ചേച്ചി. നമുക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി നല്ല ചിക്കൻ ഉണ്ട്, കുറെ ചിക്കൻ ഉണ്ട്. നമുക്ക് പറിച്ചിടാം. നിനക്ക് ബോറടിക്കണ്ട. നമുക്ക് ഇങ്ങോട്ടും കൂടെ ആക്കിയിടാം, മറിച്ചിടാം. അല്ലെങ്കിൽ എണ്ണ ഇങ്ങനെ കോരിയിടാം. പൊരിക്കട്ടെ ഞാൻ. നിനക്ക് ബോറടിക്കുന്നുണ്ട്. ഷോൾഡർ ചെയ്യാത്തല്ലേ, ഞാൻ ഇളക്കി തരാം. മാളിന് ബോറടിക്കണല്ലേ അമ്മായി? എനിക്ക് ബോറടിക്കണില്ല. ഉണ്ട്. അമ്മായി ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലാന്ന് പറ അമ്മായി. ഇല്ല. ഇല്ല. എന്താണിത്? കഷ്ടമാണിത്. നീ മേലാ നീ ബോറടിക്കണമെന്ന് പറ കേട്ടാ. മേലാ പറ. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്നും പറ. അത് കുറച്ച് കുറവ് തന്നെ. അപ്പൊ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താന്ന് വെച്ചാ അവിടെ കുറെ മനസ്സിലത്തെ ഡിഷസ് കൊടുക്കും. മനസ്സിൽ പണിയും തരും. അമ്മായിക്ക് വയ്യാത്തല്ലേ? അമ്മായിക്ക് പോയിരുന്നൂടെ? അമ്മായിക്ക് പോയിരുന്നൂടെ? അമ്മായി എന്തിനീ വറക്കണടുത്ത് ഇങ്ങനെ വെറുതെ വന്നു? ഞാൻ അവിടെ പോയിരിക്കുന്നു. ഞാൻ അത് കുറെ നേരം കൊണ്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു. എന്തത് ഇവിടെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലേ പോയിരിക്കാവോ? ഇല്ലെങ്കിൽ ഇവള് വല്ലതൊക്കെ വിളിച്ച് പറയില്ലേ? ഞാൻ എന്താ വിളിച്ചു പറയുന്നത്? ചേച്ചില്ലാന്ന് പറഞ്ഞു. എനിക്കറിയാം. അയ്യോ, എന്ത് പറ്റി? പോയോ? അമ്മായി എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുള്ളതാ. അമ്മായി പറഞ്ഞതേ, അമ്മായി പോയി റെസ്റ്റ് എടുത്താ അല്ലെങ്കിൽ അമ്മായി ഇവിടെ നിന്നില്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും വല്ലതും വിളിച്ച് പറയൂലേന്ന്. സത്യമാണോ? അല്ലല്ലോ. പിന്നെ ചേച്ചി ആന്ന് പറഞ്ഞതോ? ശരിയാ. എന്നിട്ട് ഞാൻ വീണ്ടും ജസ്റ്റിഫൈ ചെയ്യണം. വീണ്ടും എന്ത് പറ്റി സജൂസ്? തലവേദന. ആർക്ക്? എനിക്ക്.
കട്ടനിട്ട് തരട്ടെ ഞാൻ? വേണ്ട, ഞാൻ കുടിച്ചൊരു കട്ട്. അതൊക്കെ കുടിച്ച്. എനിക്കിത് അതുപോലെ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ട്. സെൽഫിഷ്. ആ കിട്ടിക്കളിക്കണേ. ഇത് കുറെ നേരമായത്. അത് ഉള്ളു മൂക്കുള്ളതാ. അത് ആക്ച്വലി വളഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതോ? സറൂസ്, യെസ്. ഇതെന്താ ഞാൻ അവിടെ വെച്ചിരുന്നേ? ആ, മറന്നുപോയി അല്ലേ? മറന്നു പോയിട്ടൊന്നുമില്ല. ഞാനിതിനെ മറക്കണത് ഈ കറിയുടെ മെയിൻ സാധനമാണ് ഞാൻ മറക്കണ്ട. പുളിയോ? ആ, പുളിയിട്ട ചിക്കനാ? മീനിലല്ലേ പുളി ഇടാറ്? ആണോ? മീനിലാണോ പുളി ഇടാറ്? ആണോ? ഞാനത് ഇപ്പോഴാണ് അറിഞ്ഞത്. ബ്രോ പ്ലീസ്, പകരം വീട്ടല്ലേ. അപ്പൊ ഇതിന് മുന്നേ ഞാൻ പണ്ട് ഒരു ഫുൾ ചിക്കനിൽ പുളിയിട്ട് തന്നത് നീ മറന്നുപോയാ? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലോ. ഷോൾഡർ വയ്യാത്തോണ്ട് മാത്രം ഞളക്കുന്നു. എന്നാ ഇങ്ങോട്ട് മാറി. എക്സ്ക്യൂസ് മീ, എനിക്ക് ഈ ഒച്ച കേൾക്കണ ഇഷ്ടമല്ല. അതിനാണ് ഞാനിവിടെ ഇത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനാണോ ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്നത്? അല്ല. ആണോ? ആണോ? ആ, അപ്പൊ ഈ ഒച്ചയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഒച്ച ഉണ്ടാക്കാണ്ടേ ഉണ്ടാക്കിയത്. എക്സ്പീരിയൻസ് ഇല്ല. കുരുമുളക് ഇടുമ്പോ പറയണേ. എന്തിനാ? കണ്ണു പൊത്താൻ. കാറ്റടിച്ചിട്ട് മുഖത്ത് ഓർമ്മയുണ്ടോ? ഞാൻ മുളക് കണ്ണിത്ത് വന്ന് വീണ് കരഞ്ഞത് ഓർമ്മയുണ്ടോ? ഓ, ഞാൻ പേടിച്ചു. എൻ്റെ പൊന്നോ, അത് പറയല്ലമ്മ. അത് നീ ആയതുകൊണ്ടാണ് അത്രയും സഹിച്ചത്. ഞാനാണെങ്കിൽ പോലും അത്രയും സഹിക്കില്ല. ഇനി തലയിറങ്ങി വീണേ. തലയിറങ്ങി തലക്കർക്ക് വന്നു കേട്ടോ കണ്ണിൽ മുളക് വീണപ്പോ. മാളോ, യെസ്. ആ ജിഞ്ചി എനിക്ക് ജിഞ്ചറും ഇഞ്ചി ജിഞ്ചി എന്നാ ജിഞ്ചി എടുത്തിട്ട് ജിഞ്ചി എടുത്തിട്ട് ഓക്കെ. ജിഞ്ചി ഒരു പണി തരാം. എന്താണ്? ഷമാമാ. ഇത് അന്നത്തെ പോലെ കഴിച്ചാൽ മതി. ജ്യൂസ് അടിക്കണ്ട. ഷവാം ഷേക്ക് അല്ലേ അടിക്കുന്നത്? മാളു മറ്റേ ഇത് അതേപോലെ അല്ല തോന്നുന്നു. ഇതാണ് ശരിക്കും ഷമാമ. അന്ന് മേടിച്ചത് വേറെ എന്തോ സാധനമാ, ഷമാമൊന്നുമല്ല. നോക്ക് മാളു, പറ. ഗരം മസാല ഇട്. സോറി, ഇതല്ലേ? ആ, ഇച്ചിരി ഒരുപാടൊന്നും ഇടരുതേ, സ്വല്പം. കുറച്ചുകൂടെ. ആ, ഓക്കെ. നിന്നോട് ഇച്ചിരി എന്ന് പറയാൻ കാരണം എന്നറിയോ? അതുകൊണ്ടാണ് ഇച്ചിരി ആദ്യമേ പറഞ്ഞത്. ഇനി ചില്ലി ഫ്ലേക്സ് ഇട്. അതാ മുഴുവൻ ഇടരുത്. ആ, മതി. നെക്സ്റ്റ് മറ്റേ കുരുമുളക് ലാസ്റ്റ്. ഉപ്പല്ല. ഉപ്പ് ഒരു നുള്ളിട്ടോ. അമത്തല്ലേ? അതല്ലേ ഞാൻ അങ്ങനെ ഇട്ടേ. ആ, മതി. ശരാ. ഇനി ആ ഉള്ളിത്തണ്ട് ഇട്ടോ. ഫുള്ളിടണ്ട. ഒന്ന് ഫുള്ളിടരുത്. ഇടണ്ട. ആ, ഇടണ്ട. മനസ്സിലായില്ല. അതെയാ? കുറച്ചുകൂടെ. നെക്സ്റ്റ് ഓയിസ്റ്റർ സോസ്. ഇതാണ് ഓയിസ്റ്റർ സോസ്. ആ, ഇതെങ്ങനെ? ഫുൾ ഇട്ടോ. സോയാ സോസ്. ഇത് വടിച്ചിട്. സോയാ സോസ്. ഇത് സോയ സോസ് അല്ലല്ലോ, വേറെ എന്താ? സോയയും ലൈറ്റ് സോയയും കൂടെ മിക്സ് ചെയ്ത്. ഡാർക്ക് സോയ ലൈറ്റ് സോയ ഒഴിക്കാണ് ഞാൻ. ഒഴിച്ചോ. ഈ ലൈറ്റ് സോയയും ഡാർക്ക് സോയയും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. ഡാർക്ക് ആയിട്ടിരിക്കും ലൈറ്റ് ആയിട്ടിരിക്കുന്നതാണോ പറയുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോവേ. അങ്ങനെ ചോദിക്കരുത്. തേൻ ഒഴിക്കണ്ടേ? ലാസ്റ്റ്. എണ്ണ ഒഴിക്കണ്ടേ? എണ്ണ എന്തിനു ഒഴിക്കണേ? എണ്ണ ഒഴിക്കാനല്ലേ വറുത്തത്. കുരുമുളക്, പുളി. ഇനി പുളി ഒഴിക്കണം. അമ്മായി ഇളക്കി. അമ്മായി ഞാൻ ഇളക്കാം. ഞാൻ ഇവിടെ നിൽക്കില്ല, ഇങ്ങോട്ട് പറഞ്ഞാൽ പോലെ. നീ ഒന്ന് എടുത്തു തന്നല്ലോ എന്ന് ഓർത്തിട്ടാണ്. പാവത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് ഞാൻ, അല്ലേ അമ്മായി? ഓ,
ഇവക്ക് അങ്ങനെയല്ലോ ഉണ്ടാ എന്താ എന്നെയാണ് കുറ്റം പറയാ പറഞ്ഞില്ല. എന്നെ കുറ്റം പറയണാണോ? ചേച്ചി തന്നെ. പക്ഷെ നല്ല കളർ. അതല്ലേ പറഞ്ഞത്, നമ്മൾ നല്ല കളറുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോ ഒരിക്കലും നമുക്ക് പക്ഷെ കാണുമ്പോ ബ്ലാക്ക് ആയിട്ട് തോന്നുവാ, പക്ഷെ ബ്ലാക്ക് അല്ല, ബ്ലാക്കും അല്ല മറ്റേ മെറൂണും ഡേറ്റ്സിന്റെ കളർ. പക്ഷെ ഈ കളറൊക്കെ സാരി ഉണ്ടെന്നൊക്കെ ഇതിലായിരിക്കും അല്ലേ? എന്താ നോക്കണേ? അല്ല ആ കളർ സാരി ആണോ നോക്കാം. നോക്ക് ഉപ്പും മുളകൊക്കെ എരിവൊക്കെ ഉണ്ടാ നോക്കി. ഉണ്ട്, എല്ലാം ഉണ്ട്. ഉപ്പ് ചിക്കന് പിടിക്കോ? ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഉപ്പ് നോക്കാം, ഞാൻ പഠിച്ചു സാറു. ഓ നല്ല രസമുണ്ട്, തിക്കായിട്ടുണ്ട്. നൈസ്. മാളു നീ പോയിട്ടേ അമ്മ നീ പോയിട്ട് വറുത്ത് വെച്ച ചിക്കൻ എടുത്തോണ്ടാ. മൈ പിടിച്ചേ. എന്ത് കുറച്ചുകൂടെ ഇനിയാണോ വെള്ളം? കുറച്ചുകൂടെ വെള്ളം. എന്താ എന്താ കളർ? വെള്ളം ഒഴിച്ചോ? ഞാൻ ഇളക്കാം. മതിയാ? ഇനിയാണോ? വേണ്ട, ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. കുരുമുളക് ഇടുമ്പോ എന്നോട് പറയണോ? എന്ത് കറുത്ത ഇട്ട് കഴിഞ്ഞല്ലേ ഇനി നീ പൊത്തന്? കഷ്ടമുണ്ട് സരിത ചേച്ചി, ഞാൻ തുമ്മാൻ വന്നല്ലേ, എന്റെ തുമ്മലും പോയി. കഷ്ടം. എന്റെ തുമ്മലും നിന്റെ തുമ്മലും തമ്മിൽ എന്താ ബന്ധം പറ. അമ്മായി അതൊന്ന് ഉരിച്ചു തരുമോ? നീ കൈ കൈ വയ്യ, എന്നാ നീ അത് ഉരിക്കുമ്പോൾ ആള് വേണ്ട തന്നെ. പോയി വേണ്ട, ഞാൻ ഉരിച്ചോളാം. ഇന്നൊന്നും തിരൂല അവൾ ഉരിക്കാൻ തന്ന. ഓ ശരി, ആയിക്കോട്ടെ. നീ ഇളക്ക്. ഇളക്കാനായിട്ട് ഇതിലൊന്നും ഇല്ലല്ലോ. ഉരിക്കാനല്ലേ പറഞ്ഞത്, എന്നിട്ട് ചേച്ചി കട്ടല്ലേ ചെയ്യുന്നേ? ഇത് തൊലി ഉരിക്കാണ്ട് തിന്നാൻ പറ്റുമോ? ഇത് അന്ന് എന്തായാലും നിങ്ങളെ പറ്റിച്ചതുപോലെ ഇത് പറ്റിക്കാൻ പറ്റുമെന്ന് തോന്നല്ല. അതെ, ഇത് പച്ചയ്ക്ക് തിന്നാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്യാം നമുക്ക്. ചേച്ചി ട്രൈ ചെയ്തോ, നമ്മൾ കാണാം. അത് ഞാൻ മൂന്നായിട്ട് അരികെ. ഇതിന് ചക്കപ്പഴത്തിന്റെ തന്നെയല്ലേ? ടേസ്റ്റ് തന്നെ. ആണോ? ഇതെന്തെങ്കിലും മേടിക്കുന്ന സാധനം മാറിപ്പോണെന്നാണോ? ഇതേ ലാവിന്റെ അടുത്തായിരിക്കും നിന്നത്. വേണ്ട വേണ്ട, ചളി ഓപ്പൺ ആക്കണ്ട ചേച്ചി, വേണ്ട. എന്താ ലാഭാ? ഇല്ല, ലാവിന്റെ ലാബ് എന്തുവാ? ഞാൻ കേട്ടത് ലാഭെന്നാ. ലാബിന് അല്ലേ? കൊള്ളാം. കഴിക്ക്. നിന്റെ വായിൽ വെച്ച് തന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അത് എനിക്ക് നല്ല ജ്യൂസി ആയിട്ടുണ്ട്. എന്ത് ചിക്കനാ? എനിക്ക് മതി. ചിക്കനാ? ചിക്കനാണോ ഞാൻ ഇപ്പൊ കഴിച്ചത്? എന്താണ് പറ്റിയ എല്ലാവർക്കും ഇവിടെ? എന്താണ് എല്ലാവർക്കും? എല്ലാവരുടെ ബ്രെയിൻ അവിടെ പോയി. കൊള്ളാം, നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ആ ഷേക്ക് അടിച്ച് കുടിക്കണേ കാട്ടി കൊള്ളാം. ആണോ?
കൊള്ളമായി. ചക്കപ്പഴത്തിന്റെ ടേസ്റ്റ് അല്ലേ? പക്ഷെ കുറച്ചുകൂടി ജ്യൂസി ആയിട്ടുണ്ട്, വെള്ളം പോലെ ഉണ്ട്. ഞാനിത് നിനക്ക് കയ്യിൽ വായിൽ വെച്ചാൽ നിനക്ക് അതെടുത്തിട്ട് ചിക്കൻ ഇന്നത്തേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ടാ. പറയണ്ടേ? എനിക്ക് മതിയേ. എനിക്ക് മതിയാ. അതെയോ? അടുത്ത് വെക്കട്ടെ? ഇത് ഞാൻ എവിടെ വെക്കും ഞാൻ? എല്ലാം കൂടെ ഇടാൻ പറഞ്ഞല്ലോ അല്ലേ അമ്മായി? മൊത്തത്തിൽ തന്നെ ഇടാനുള്ളത്. എനിക്ക് വയ്യ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനി അതിലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. വേറെ ഉണ്ടോ ഇനി? ഇല്ല. അതെങ്ങനെയാടോ ഇന്നത്തുള്ളതല്ലേ? ബാ കുറച്ച് റെസ്റ്റ് എടുക്കാം. നല്ല തീരുമാനം. മതിലല്ലേ? നല്ല വെന്തലുത്തിട്ട മാളു. ഓക്കെ, ഇവിടെ ഒഴിക്കേ. എവിടെ ഒഴിക്കേ? ഇവിടെ ഇവിടെ. പുളിയൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. അതെന്ത് എന്താണെങ്കിലും അമ്മായി പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയാ? മാളു ഇവിടെ ഒരാൾ വഴക്കിട്ട് നിൽക്കാൻ മാളു. ഉപ്പ് വെക്കാൻ കൊടുത്തില്ലെന്ന്. ഉപ്പ് വെക്കാൻ കൊടുത്തില്ല. കാണിക്കേ. ഞാൻ പേരും പറഞ്ഞ് വഴക്കിടണ്ട. എന്നാ നീ ഇടണ്ട, ഞാനും ഇടണില്ല. കുറച്ചോളാം. സൂപ്പർ. ആ ആയിക്കോട്ടെ, കഴിക്കണ കാണണവേ കേട്ടാ. ഓ ഓ ഓ, ഞാൻ കഴിച്ചോളാം. ഇത് നല്ല വെന്തല്ലേ? നല്ല വെന്ത്. ബാ അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, ടേബിൾ സെറ്റ് ആക്കിക്കോ. ഞാൻ എല്ലാം റെഡി ആക്കിയിട്ട് വരാം. ഓക്കെ. ഞാൻ ഒന്നും റെഡിയാക്കാനില്ല. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ഭാഗ്യം പോലെ ചെറിയ പീസ് കിട്ടി. കാണിക്കാളൂ. പറയേണ്ടി വന്നില്ല അമ്മായിക്ക്. കുറച്ച് 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 എന്ന് പറയേണ്ടി വന്നില്ല. ചെറുത് തന്നെ കിട്ടി. ഓ ജ്യൂസി ജ്യൂസി. അമ്മായിക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുമാളൂ. ഒന്നെണ്ണം വയ്ക്കട്ടെ? നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ? എന്താ ഈ പൂത്ത ബ്രെഡാ എനിക്ക് കൊണ്ട് തന്നേക്കണേ. അത് പൂത്തതല്ല. പിന്നെ അത് പൂത്തതല്ല, പൂത്ത ബ്രെഡ്. നീ അടി വാങ്ങിച്ചോണ്ടുവന്നത്? ചിക്കൻ കഴിച്ചു നോക്ക്. ഒരു രക്ഷയില്ല. ബ്രെഡിന്റെ കാര്യം ചോദിക്കുമ്പോ നീ എന്റെ ചിക്കൻ കഴിക്കാനാ? അമ്മായി അത് പൂത്തതല്ല. അമ്മായി ധൈര്യമായിട്ട് കഴിക്കി. വയറ് വേദനിച്ചാൽ ഞാൻ കൊണ്ടുപോക്കോളാം ഹോസ്പിറ്റലില്. അതെനിക്കറിയാം. ഇതെന്താ മാളു പലുത്ത് പോണ്? ഞാനേ ഉള്ളൂ അമ്മായിക്ക്. ഭയങ്കര ജ്യൂസി. ഭയങ്കര ജ്യൂസി. അടിപൊളി. രക്ഷയില്ല. ഓ എന്നെ സമ്മതിക്കണല്ലേ മാളു.
ഒട്ടും വയ്യ. കിട്ടുന്ന ടേസ്റ്റ്. ദൈവമേ ഇതിപ്പോ താഴെ വീഴുമല്ല. ഗോതമ്പിന്റെ അല്ലേ ഇത് ബ്രെഡ്? ഇത് ഗോതമ്പ്. അമ്മായി ബ്രെഡിൽ നിന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. അത് സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ്. ജ്യൂസി. നമ്മുടെ ബ്രെഡ് തന്നെയല്ലേ മാളു ടേസ്റ്റ് ഇല്ലേ? നമ്മുടെ സാധാ ബ്രെഡ് അല്ലേ ടേസ്റ്റ്? ഈ ബ്രെഡിൽ എന്തോ ഒരു ഫ്ലേവർ കയറുന്നുണ്ട്. എന്നെ ഡിസ്റ്റർബ് ചെയ്തു. എനിക്ക് ഭയങ്കര പുളിയുള്ളത് പോലെ തോന്നുന്നു. പുളിയുള്ള പോലെ. എനിക്ക് തോന്നുന്നു ബട്ടറാന്ന് തോന്നുന്നു. ബട്ടറിന് പുളി ഉണ്ടാവില്ലല്ലോ. ബട്ടറാമോളോ? നിങ്ങളോട് എന്താ വെച്ചാൽ ചെയ്തോ. എല്ലാ വിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട്. അതാണ് നമുക്ക് വർത്താനം പറയാൻ വയ്യുന്നു. എനിക്കിത് താഴെ പോകുന്നോ? ഇതേ പോകുന്നു. എനിക്ക് ജയിലില്ലേ പോകാം. ഭയങ്കര ടേസ്റ്റ് സജു. സോറി, വയറ് ഫുള്ളായി. ബട്ട് സോറി. സൂപ്പർ അല്ലേ? സൂപ്പർ സാധനം, രക്ഷയില്ല. എനിക്ക് ഹണിയാണ് തോന്നുന്നത് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നത്. അയ്യോടി അമ്മായി ഇത്ര കഷ്ടപ്പെട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് അവള് ക്രെഡിറ്റ് മുഴുവൻ ഹണിക്ക് കൊടുക്കണം. അതാണ് തോന്നുന്നത്.